എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ വൈജയന്തി ഭയങ്കര ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പോയതിന് ശേഷമാണ് അങ്ങനെ ദേഷ്യത്തോടെ ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം വൈജയന്തി ആണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വൈജയന്തി ചോദിക്കുവാണ്, അമ്മ എന്തെങ്കിലും ആഗ്രഹയിലെ കാര്യങ്ങൾ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അന്ന് അവൾ എറണാകുളത്ത് നിന്ന് വന്ന സമയം എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് ആഗ്രയിലെ ചരിത്രങ്ങളെല്ലാം തന്നെ അറിയാമെന്ന്. അത് അവളെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് മുത്തശ്ശിയോട് ചോദിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് വൈജയന്തി. ഇനി എങ്ങാനും അലീന എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു. അത് മാത്രമല്ല, വൈജയന്തി നേരത്തെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യങ്ങളെല്ലാം അലീന അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെയാണ് വൈജയന്തിയുടെ ടെൻഷൻ. പിന്നെ വൈജയന്തിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിലും തന്നെ കുത്തിത്തിരിപ്പിനും കാര്യങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ല. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വൈജയന്തി കമലേട്ടത്തിയെ വിളിച്ച് പറയുവാണ്, ആ അലീനയാണെങ്കിൽ മനുവിനെ കണ്ണു കാണിച്ച് കറക്കി എടുത്തിരിക്കുവാണ്. ഞാൻ പറഞ്ഞപ്പോൾ കമലേട്ടത്തി അന്ന് വിശ്വസിച്ചില്ലല്ലോ. അവൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ അലീനയ്ക്ക് കൂട്ടിയിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്തെങ്കിലും അവനുണ്ടോ? അവിടുത്തെ വേലക്കാരിയാണെങ്കിൽ പോട്ടെ, അവൾ ഇവിടെയല്ലേ ജോലിക്ക് നിന്നത്? വൈജയന്തി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കമലേട്ടത്തിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടും സങ്കടത്തോടും ആലോചിച്ച് നിൽക്കുവാണ്. ഇനി എങ്ങാനും വൈജയന്തി പറഞ്ഞതുപോലെ മനു അലീനയുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കമലേട്ടത്തി. പിന്നെ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അലീനയും മനുവിനെയും ശർമ്മ ഡോക്ടറിനെയാണ്. ഡോക്ടർ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് മനു പറയുന്നുണ്ട്, ഡോക്ടറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വാക്കിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതൊന്നുമല്ല ഡോക്ടർ ചെയ്തത്. അത്രയ്ക്ക് കടപ്പാടുണ്ട്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയാണ് ഞാൻ അറിയിക്കുന്നത് എന്ന് മനു ഡോക്ടറിനോട് പറയുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറിന് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അലീനയ്ക്ക് മനുവാണെങ്കിൽ അത്ര തന്നെ അലീനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോർത്ത് അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുവാണ്. കാരണം എന്ന് വെച്ചാൽ അലീനയ്ക്ക് വേറെ ആരും ഇങ്ങനെ അവൾക്ക് വേണ്ടി പറയാനൊന്നും ഇതുവരെ ആരും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ മനു പറഞ്ഞത് കേട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷത്തോട് നിൽക്കുന്ന മനുവിനെയും കാണാം. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.